വന്നിട്ടുള്ളത് ഹൂ നോസ് മീ ബെറ്റർ ആണ് ഫ്രണ്ട്സ്. നമ്മൾ ഇതിനു മുമ്പ് കാക്കാന്റെ ഒപ്പം മൻകാരുടെ ഒപ്പം ചെയ്തു, പക്ഷെ ഇപ്രാവശ്യം നമ്മൾ വളരെ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള കിഴങ്ങ ആൾക്കാരുടെ എന്റെ സ്വന്തം ഫാൻസിന്റെ ഒപ്പാണ് ഫ്രണ്ട്സ്. ഹലോ, ഇങ്ങോട്ട് വരൂ ഫ്രണ്ട്സ്. ഇതാണ് എന്റെ ഉമ്മ ആൻഡ് ഉപ്പ ഫ്രണ്ട്സിന്റെ പാരന്റ്സ് ആണ്. ഒരു ഹായ് കൊടുക്കൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇതാണ് എന്റെ മമ്മ, ഇതാണ് എന്റെ പപ്പ. അപ്പൊ ഇന്ന് നമ്മൾ ഈ രണ്ട് എന്താ സഹപാഠികളോ ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ കോൺസെപ്റ്റ്. ക്വസ്റ്റ്യൻ ചോദിക്കും, ഇത് എന്നെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ആർക്കാണ് എന്നെ ഇത്രയും കാര്യം ഫ്രണ്ട്സ് ഇവൽ ഇടക്കിടക്ക് പറയും ഞാൻ എന്നെ ജനിച്ചു തൊട്ട് കാണാൻ തുടങ്ങിയതാണ്, അതാണ് ഇതാണ്. അല്ല, ഞാൻ ജനിച്ചപ്പോ നിങ്ങളെ ഫ്രണ്ട്സ്. അപ്പൊ ഇന്ന് നമ്മൾക്ക് ശരിക്കും മനസ്സിലാക്കുന്നതിൽ ആരാണ് എനിക്ക് അറിയാന്ന്. നിങ്ങൾ തോറ്റ ഇതിൽ ഒരാൾ എന്തായാലും തോൽക്കും. തോറ്റ എനിക്ക് സങ്കടം. ഡ്രോ ആയാൽ വീണ്ടും ക്വസ്റ്റ്യൻസ് ഇടും. തോൽപ്പിച്ചിരിക്കും. അതെ, ഞാൻ തോൽപ്പിച്ചു. അപ്പൊ എനിക്ക് സങ്കടം കേട്ടോ. വല്ലാതൊന്നും പറയരുത്. അപ്പൊ നേരെ വീഡിയോ ഗൈസ്. അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ തുടങ്ങാൻ പോണ ഫ്രണ്ട്സ്. ബൈ ദ വേ നമ്മളിപ്പോ കോഴിക്കോട് ചാലിയം ബീച്ചിലാണ് ഗൈസ്. മമ്മിക്ക് മടിയുണ്ട്. അതെ ഫ്രണ്ട്സ്, സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ്. അപ്പൊ നമ്മൾ ചോദിക്കാൻ പോവാണ്. റെഡിയാണോ നിങ്ങൾ? റെഡിയാണോ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കുടിക്കാൻ ജ്യൂസ് അല്ല. അല്ല, ഞാൻ പറഞ്ഞുതരാം. അതുണ്ട്. ഫ്രൂട്ട്സ് അറിയാം. അറിയുന്ന ആള് ആദ്യം പറയാം. ആദ്യം പറഞ്ഞൊരു പോയിന്റ് കിട്ടും. ഓക്കെ, ഞാൻ പറയട്ടെ. ഡ്രിങ്ക്സ് ആണ് എന്ന് വെച്ചാൽ ജ്യൂസ് അല്ല. അല്ല, ലിച്ചി പക്ഷെ ഞാൻ പറയട്ടെ ഫ്രണ്ട്സ്, എനിക്ക് ലിച്ചി ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ കച്ചറ തുടങ്ങാണ്. അങ്ങനല്ല, ഇത് കൊക്കക്കോള, പെപ്സി. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ലിച്ചി എന്താണിത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ കറന്റ് വെയിറ്റ് എനിക്കിപ്പോ എത്ര വെയിറ്റ്? 48. അത്രൊന്നും ഇല്ല. രണ്ടടി തെറ്റാണ്. ഒരു വട്ടം കൂടി പറഞ്ഞോളി. 38. തെറ്റ്. നിങ്ങൾക്കൊന്നും അറിയില്ല ഫ്രണ്ട്സ്. പക്ഷെ ഫസ്റ്റ് ടൈം വെച്ച് നോക്കുമ്പോ എനിക്ക് 40 ആണ് ഫ്രണ്ട്സ് എന്റെ വെയിറ്റ്. ഫസ്റ്റ് ടൈം വെച്ചോ ഞാൻ അമ്മച്ചിക്ക് മാർക്ക് കൊടുക്കും. കാരണം ഇപ്പൊ 48 പറഞ്ഞത്. 40 ഞാൻ കുഞ്ഞു 40 ഉള്ളു. 35 ആണ്. എനിക്കിപ്പോ 40 കിലോ ആണ്. അപ്പൊ മമ്മി പറഞ്ഞത് ഏറ്റവും അടുത്തുള്ളത് മമ്മിയാണ് 45. 5 കിലോന് അങ്ങട്ടാണ്. പക്ഷെ പറ്റൂല. പക്ഷെ എന്നാലും ഞാൻ മാർക്ക് കൊടുക്കണം. ഫാദർ നോക്കണ്ടേ? അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 കടക്കാണ്. നിങ്ങൾ റെഡിയാണോ? എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഡയറി മിൽക്ക് ആണോ? ഫെറാറിന്റെ ഉണ്ട. എന്തായിരുന്നു? രണ്ടുമല്ല. ഇപ്പച്ചിക്ക് അറിയണം. ഇപ്പച്ചിക്ക് അത്ര അറിയുന്ന എനിക്ക് തോന്നണില്ല. വാങ്ങിപ്പിക്കണാണ്. പേര് ഓർമ്മ വരണ്ടപ്പത് എന്താണ്? സിൽക്കി. സിൽക്കി മറ്റേ ബബിളിന്റെ ഉണ്ടല്ലേ? അല്ല, എന്റെ ഫേവറേറ്റ് പറഞ്ഞത് അല്ല, ഓറിയോ. എന്ത് ഓറിയോ? ഡയറി മിൽക്ക് ഓറിയോ. മമ്മിയാണ് പറഞ്ഞത്. ഡയറി മിൽക്ക് ഓറിയോ സിൽക്ക് വാങ്ങുന്ന കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഞാൻ പച്ചോട് പറഞ്ഞാണ്. മനസ്സിലായി. കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഗൈസ്. 2.5 എന്ത്? അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്യാമറമാൻ പപ്പക്ക് അരയാണ്. മമ്മി 2.5. നമ്മൾ 4th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നിങ്ങൾ റെഡിയാണോ? എന്റെ ഏറ്റവും ഫസ്റ്റത്തെ ഫ്രണ്ടിന്റെ പേര്? ഫസ്റ്റത്തെ ഫ്രണ്ട് 1ാം ക്ലാസ്.
മെഹറിനിപ്പാ ഒന്നാം ക്ലാസ്സിലെ ഫസ്റ്റത്തെ ഒന്നാം ക്ലാസ്സിലെ ഏറ്റവും ആദ്യം കണ്ടുകിട്ടിയത് മെഹറിനെയാണ് പക്ഷെ ഫസ്റ്റത്തെ അതാണ് ഏറ്റവും ആദ്യം കണ്ടുമുട്ടിയ ഒന്നാം ക്ലാസ് കണ്ടുമുട്ടിയ ഫ്രണ്ട്സ്. അപ്പൊ ഫസ്റ്റ് മെഹറിൻ ഫ്രണ്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3.5 ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ 5th ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്റെ ബർത്ത്ഡേക്ക് നമ്മൾ മൈസൂർക്ക് പോയിരുന്നു. ഓർമ്മ ഉണ്ടോ? ദസറ. അത് എന്റെ ഏത് ബർത്ത്ഡേക്ക്? 9th 8 അല്ലെങ്കിൽ 9. അത് ശരിക്കും ഓർമ്മയില്ല. അപ്പൊ ഫാദർ ആണ് ഉദ്ദേശിച്ചത് 8. 8 അപ്പൊ 1.5 എനിക്ക് 1.5 and 3.5 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് പെറ്റായിട്ടൊരു ആനിമലിനെ എപ്പോഴും ആണെന്ന് ആഗ്രഹമുണ്ട്. ഏതാണ് പെറ്റ്? ആ വെള്ള എലിന്റെ പേരെന്താ? ആ വെളുത്ത എലിന്റെ പേര് ഹാംസ്റ്റർ. ഹാംസ്റ്റർ ആണോ? അല്ലേ? എനിക്ക് പൂച്ചനെയും ഹാംസ്റ്ററിനെയും ഇഷ്ടം. പക്ഷെ ഹാംസ്റ്റർ പശുവിനെ അതും എനിക്ക് ഇഷ്ടമാണ്. പശുവിനെ ഞാൻ ഇന്നലെ അമ്മച്ചിനോട് ഞാനൊരു റീല് കാണുന്നു ഫ്രണ്ട്സ്. ഹവായില് പോയിട്ട് പശുവിന്റെ ഹഗ്ഗിങ് ഒരു ഭയങ്കര സാധനമാണ്. അവിടുത്തെ ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് പശുവിനെ പൂച്ച ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഒപ്പിച്ച് പറഞ്ഞ ഒരു വെള്ളമില്ല. ഹാംസ്റ്ററിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പം എത്രയായി? 2.5. ഒരു മാർക്കും കൂടി ചോദ്യം ചോദിക്കും ഇങ്ങനെ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2.5 3.5. അതെ 2.5 3.5 ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. എന്റെ ബർത്ത്ഡേ ഫുൾ ഡീറ്റെയിൽസ്, ഡേറ്റ്, മാസം, ഇയർ. 2010 ഒക്ടോബർ 22. എനിക്കറിയണ്ടല്ലോ, സമയം കിട്ടിയില്ലല്ലോ. 2010 ഒക്ടോബർ 22. സമയം കിട്ടിയാ പിന്നെ മാർക്ക് പോയില്ലേ? 4.5 4.5 2.5. ഫാദർ ഇനിയുണ്ട് നമുക്ക് സമയമുണ്ട്. ടൈം നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കണം. 8ാമത്തെ ക്വസ്റ്റ്യൻ കഴിയാനായി. എന്താണിത്? അടുത്ത ക്വസ്റ്റ്യൻ. ഇത് എനിക്ക് ഇപ്പച്ചിക്ക് കിട്ടുന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ മനസ്സിൽ കൂടുതൽ ഇപ്പച്ചി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഏറ്റവും ഫസ്റ്റത്തെ യൂട്യൂബ് വീഡിയോ നമ്മുടെ അല്ല ലളിതഗാനം. ലളിതഗാനം ഫ്രണ്ട്സ്. അത് നമ്മള് 5 കൊല്ലം മുന്നേ ആദ്യം 2000 അത് നമ്മളെ യൂട്യൂബിൽ ഇല്ല. അതെ ഫ്രണ്ട്സ്, നമ്മള് ഏറ്റവും ആദ്യം ഇട്ടു. പിന്നെ ഒരു 5 കൊല്ലങ്ങൾക്ക് ശേഷമാണ് നമ്മള് വീണ്ടും നമ്മള് വീഡിയോയില് ഇറങ്ങിയത്. ആ വീഡിയോ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ ഇടണോ? ആണോ? ഉടുപ്പൊക്കെ പാട്ട് പണ്ട് പാടിയ ഞാൻ പാടൂല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൺ. അത് നോക്കൂ കണ്ട ഫ്രണ്ട്സ്, പിങ്ക് ഒക്കെയാണ് അവിടെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ 9th ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഇത് ഇപ്പച്ചിക്ക് അറിയുന്നതാണ് എന്റെ മനസ്സിൽ. അല്ല, ഒരു മിനിറ്റ്, സ്കോർ എന്ന് പറയോ? ഇപ്പൊ സ്കോർ 4.5 3.5. അതെ ഇപ്പൊ നോക്കിയ കേട്ടോ. ഈ ക്വസ്റ്റ്യനിക്ക് ഇമ്മ ഇത് ഉമ്മച്ചിക്കും സ്കോപ്പ് ഉണ്ട്, പക്ഷെ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉമ്മച്ചിക്കാണ്. നോക്കാൻ ചോദിക്കണേ, എന്റെ ലാസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് എന്തിനാണ്? ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോയത് എന്തിനാണ്? ലാസ്റ്റ് അലർജി അലർജി അലർജിക്ക് പോയില്ലേ? ലാസ്റ്റ് മാത്സിന്റെ ഇതിന് ഇപ്പച്ചിന്റെ ഒപ്പം 12 മണിക്ക് അങ്ങനൊക്കെ പോയിട്ട് 1:30-2 മണി വരെ എന്റെ ഒപ്പം നിന്നീന്ന് പച്ചി. രാത്രി അന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്, ബാക്കി എല്ലാ കാര്യം ഞാൻ മറന്നുപോയി. കഥ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാല് അപ്പച്ചിന്റെ മൈൻഡ് ഒക്കെ ബ്ലാങ്ക് ഔട്ട്. ഇങ്ങനെ അവിടെ കിടന്നിട്ട് പറയും ഒരു ചോക്ലേറ്റ്, ഞാൻ ആ കഥ പറഞ്ഞിട്ട് ഫ്രണ്ട്സ്, അതെനിക്ക് അലർജി ആയതാണ്. എന്ത് എന്നിട്ടേന്നു? ഡ്രംസ്റ്റിക് ഫ്രണ്ട്സ്, മുരിങ്ങക്കായ. അത് തിന്നോട് കൂടി ഫ്രണ്ട്സ് എന്റെ മേല് ഫുള്ള് പൊന്തി. അതുകൊണ്ട് ഞാൻ വേഗം അത് ഫ്രണ്ട്സ് അത് മാത്രല്ല, അടുത്ത ദിവസം പീരിയോഡിക് എക്സാം ആയിരുന്നു ഫ്രണ്ട്സ്. ഏത് മാത്സ് കഴിച്ചു
നല്ലൊരു ദിവസമായിരുന്നു ഫ്രണ്ട്സ്. എന്നിട്ട് രാത്രി 1-2 മണി വരെ നമ്മൾ ഔട്ട് ചെയ്യുന്നു ഫ്രണ്ട്സ്. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ലാത്ത. ഞാൻ അന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കായിരുന്നു. ഓക്കെ അല്ലേ? അതെ അതെ, അപ്പൊ നല്ല extra mark കളറാണ് എനിക്ക് കിട്ടുമോ? അതൊന്നുമില്ല. ഇല്ല. അപ്പൊ 3.5 5.5. ഇപ്പച്ചിക്ക് മാർക്ക് കൂടിയോ? ഇല്ല, എനിക്ക് 3.5. ഇപ്പച്ചിക്ക് 3.5, ഇമ്മച്ചിക്ക് 5.5. നമുക്ക് ഇനി സമയമുണ്ട്. നെക്സ്റ്റ് എന്റെ ഫേവറേറ്റ് സബ്ജക്ട് മലയാളം. അയാളല്ല, പിന്നെ ബയോളജി. പറഞ്ഞേ ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മച്ചിക്ക് സ്കൂൾ പഠിക്കുന്ന കാലത്ത് പിന്നെ ബയോളജി ഇഷ്ടം, എനിക്കും ഇഷ്ടം അതാണ്. അപ്പൊ ഞാൻ അവളോട് എനിക്കും ഇഷ്ടം അതന്നെ. പകർന്നതായിരിക്കും. അങ്ങനെ എനിക്കത് മലയാളം ഇഷ്ടം. പക്ഷെ എനിക്ക് മലയാളം അല്ല ഇഷ്ടം. എനിക്ക് മലയാളം ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ബയോളജി ഭയങ്കര ഇഷ്ടം. ബയോളജിയിൽ നല്ല മാർക്ക് ഉണ്ട്. ഇപ്പൊ ബയോളജി ആണെന്ന് അതെ 6.5 3.5 ആണ് ഇപ്പോൾ. ക്വസ്റ്റ്യനിലേക്ക് വേഗം കിടക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്നാണ് എന്റെ മനസ്സിൽ എനിക്ക് ശരിക്കും അറിയില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് കൂടുതൽ പുളിയുള്ള ഭക്ഷണമാണോ അതോ മധുരമുള്ള ഭക്ഷണമാണോ ഇഷ്ടം? എരുള്ള ഭക്ഷണം. അതെന്താണത്? അത് ഔട്ട് ഓഫ് സിലബസ് ആണ്. പുളിയുള്ളതാണോ മധുരമുള്ളതാണോ? പുളിയുള്ളത്. രണ്ടാളും തെറ്റാണ്. മധുരമുള്ളതാണ്. മധുരമുള്ളതല്ലേ? പുളിയുള്ളതല്ലേ? അതൊന്നും മധുരമുള്ളല്ലേ? നിനക്ക് കേക്ക് മറ്റേത് ഇഷ്ടം? നൂഡിൽസ് ഒക്കെ തിന്നുമ്പോ എരുള്ളത് അതെനിക്ക് ഇഷ്ടാണ്. പക്ഷേ അത് ഔട്ട് ഓഫ് സിലബസ് ആണ്. പക്ഷെ എനിക്ക് സോർ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് സോർബം അങ്ങനത്തെ. പക്ഷെ എനിക്ക് മധുരം ഇഷ്ടമാണ്. മധുരം വിട്ട് കളിയില്ല. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ ശരിക്കും എനിക്ക് 6.5 അല്ലല്ല 6.5 3.5. ഇപ്പൊ നേരത്തെ ആർക്കും മാർക്ക് കിട്ടില്ല. ഒരു ക്വസ്റ്റ്യന് നേരത്തെ ആർക്കും മാർക്ക് കിട്ടില്ല. കാരണം രണ്ടാളും തെറ്റാണ് പറഞ്ഞത്. എന്താണ് നിങ്ങള്? അടുത്ത ക്വസ്റ്റ്യൻ എന്റെ ഇപ്പത്തെ ഡ്രീം എന്താണ്? എന്താവാനാണ് ആഗ്രഹം? ഫോറൻസിക് ഡോക്ടർ. ഒരു പണിയെടുക്കാതെ പൈസ ഇടണം. ഓക്കെ, അത് കുറച്ചൊക്കെ ശരിയാണ്. പക്ഷെ അതല്ല പറയും. എനിക്കറിയില്ല സത്യത്തിൽ എന്റെ ഡോക്ടർ ആവണം എന്നുള്ളതാണ് എന്റെ. ഡോക്ടറാണ് ഫീൽഡ് പറയും. ഫോറൻസിക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതിന് പോയോ? അത് പണ്ടല്ലേ. ഞാൻ പിന്നെ അതിനെ എത്ര അപ്പച്ചിനെ അതിനെ പറ്റി ഇപ്പച്ചിനോട് എത്ര അതിനെ പറ്റി ഞാൻ പറയലുണ്ട്. ന്യൂറോ ലാസ്റ്റ് ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല +2 കഴിഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെ കൊറേ എപ്പിസോഡ് പറഞ്ഞത് ഞാനത് ആദ്യമായിട്ട് അറിയാട്ടോ. ഞാനിപ്പോ അറിഞ്ഞില്ല ന്യൂറോ സർജന്. അപ്പൊ അതിന്റെ മാർക്ക് നമുക്ക് മനുവിന് കൊടുക്കാം. കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളും നോവും വേണ്ട, അരികത്തായ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സ്കോറിംഗ് അറിയില്ല. 6.5 3.5. അല്ല പിന്നെ എനിക്ക് ലാസ്റ്റ് കിട്ടിയില്ലേ? ഇല്ല. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മൈ കറന്റ് ഡ്രീം ന്യൂറോ സർജറി. അപ്പൊ ആർക്ക് ന്യൂറോ സർജറി രണ്ടാൾക്കും കിട്ടിയില്ല. മനക്കാർക്ക് കിട്ടി. എന്നോട് ഉണ്ടാകണ്ട. കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻസും ഇവർക്ക് രണ്ടാൾക്കും കിട്ടിയില്ല. ഷുഗർ ആണോ സോറാണോ അതും കിട്ടിയില്ല. എന്റെ ഡ്രീമും കിട്ടിയില്ല. മനസ്സിലായി. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് 13th ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. ഞാൻ തറവാട്ടിലുള്ളപ്പോ എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിളിന്റെ കളർ എന്താണ്? പിങ്ക്. പിങ്ക് അല്ല ഗൈസ്. ബ്ലാക്ക് അല്ലേ? ഞാൻ പറഞ്ഞോ? പറയ്. ഓറഞ്ചും ബ്ലൂവാ? അല്ല ഓറഞ്ച് അല്ല യെല്ലോയും ബ്ലൂവാ? കറക്റ്റ്. അല്ല എന്റെ മനിക്കാക്ക് യെല്ലോ ബ്ലൂ എന്റെ ഇപ്പ തന്നെ വാങ്ങിച്ചെന്താണ്. ഞങ്ങൾ സൈക്കിളിന്റെ കളർ നോക്കിയിരിക്കല്ലേ. പിങ്ക് സൈക്കിൾ എനിക്കുണ്ടേനി. എനിക്കൊരു പിങ്ക് സൈക്കിളിന്റെ ജീവിതത്തിലില്ലേ? അതെത്തില്ല. ഞാൻ തറവാട്ടത്തേനെ പറ്റിയ മുന്നുള്ള ആ ഒരു മറ്റേ ഇരുന്നുകാണ്ടുള്ളതാ. അടുത്തിനോട് നിങ്ങൾ കമന്റ് ചെയ്യാം. നമുക്ക് നോക്കാം. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. കമന്റ് ചെയ്യുക. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്റെ ക്ലാസ് ടീച്ചറിന്റെ പേരെന്താ? ടീച്ചർ സിന്ധു ടീച്ചർ. കറക്റ്റ്. കുഴപ്പമില്ല. നല്ല മാർക്കാണ്. അത്രയൊന്നും ഇല്ല ഗൈസ്.
അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഈ Q&A? ഇപ്പൊ ഇതിൽ എനിക്ക് എന്താ മനസ്സിലായത്, രണ്ടുപേർക്കും അത്യാവശ്യം നല്ല അറിയാം ഫ്രണ്ട്സ്. പക്ഷെ ഒരു 0.5 കൂടി ഉണ്ട് നല്ല 1.5 കൂടി ഉണ്ട് മക്കർ. പക്ഷെ എന്റെ പച്ചക്കുണ്ട് നല്ല അറിയാം. ഞാനെന്താ ചോദിച്ചാ പച്ചി തോറ്റില്ലേ? ഇതായിരുന്നു നമ്മുടെ ഹൂ നോസ് മീ ബെറ്റർ ഫ്രണ്ട്സ്. ഇതേപോലത്തെ വീഡിയോസ് മമ്മി ഇസ് വിന്നർ കോൺടാക്റ്റുകൾ ഇട്ടു. വിജയ് ഫ്രണ്ട്സ്. അപ്പൊ ഇതിൽ മമ്മിയാണ് ജയിച്ചത് ഫ്രണ്ട്സ്. എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യുക ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇതേപോലത്തെ മമ്മേനെയും പപ്പയും ഫീച്ചർ ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോ വേണോ? കമന്റ് ചെയ്തായിരുന്നു നമ്മുടെ വീഡിയോ. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാ ഫ്രണ്ട്സ്. അതെ ഗൈസ്, ലൈക്ക് എന്താ ചെയ്യും? മമ്മി പറയും. മമ്മി ലൈക്ക്. പിന്നെ നിങ്ങൾ ആരെയും ഡ്രം സ്റ്റിക്ക് നിങ്ങൾക്ക് ആർക്കും അലർജി ഉണ്ടോ? കമന്റ് ചെയ്യുക ഗൈസ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ വീഡിയോ മുരിങ്ങക്കായ് ഫ്രണ്ട്സ്. അപ്പൊ മുരിങ്ങ മിൻസിനോട് നമ്മൾ അങ്ങോട്ട് ചോദിക്കാനുള്ളതുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ തന്നെ ഇവർക്കും കൂടെ ഒരു പണി കൊടുക്കാം. എന്താ മിൻസിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്. നമുക്ക് ആ ചോദ്യങ്ങൾ വെച്ചിട്ട് നോക്കാം. ഒരു Q&A. അതെ ഗൈസ്. അപ്പൊ എന്താ കഴിഞ്ഞില്ലേ? അപ്പൊ ബൈ ഗൈസ്.